സ്നേഹം നിറഞ്ഞ സൗഹൃദങ്ങളെ, നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരമുള്ള കാക്കനാട് റൂട്ടിൽ വീട്ടൂർ എന്ന സർക്കാർ സ്ഥാപനമായ തടി ഡിപ്പോയിലേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പുതുതായി രൂപം കൊണ്ട ഒരു കുട്ടികളുടെ പാർക്കുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ചോളം വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇങ്ങനെയൊരു സ്ഥാപനമുണ്ട് എന്ന് അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം സർക്കാർ മേഖലയിലുള്ള അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിശാലമായ തടി ഡിപ്പോയിൽ ഒരുപാട് സ്ഥലങ്ങൾ വേസ്റ്റ് കിടന്ന സ്ഥലം ഇത്തരമൊരു പാർക്കായി രൂപപ്പെടുത്താൻ ഇത് ആരുടെ തലയിൽ ഉദിച്ചൊരു ഐഡിയ ആണെങ്കിലും അവർക്കെല്ലാവർക്കും ഞാൻ ആദ്യമേ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. കാരണം ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. കാരണം അതിവിശാലമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയുമല്ല അതിങ്ങനെ പരന്നു കിടക്കുന്നൊരു പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റും നമുക്ക് തന്നെ വളരെ അനുഭൂതി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലവുമാണ്. ഇവിടെ തടി ഡിപ്പോയാണ്. ചന്ദനത്തടി പോലും നമുക്ക് ലഭ്യമാകുന്ന അവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ. ഇപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇത് പലരും അറിഞ്ഞു കേട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ഈ അടുത്ത കാലത്താണ് പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് കവർ ചെയ്ത് നിങ്ങളെ കൂടി ഇത് അറിയാത്തവരെ സംബന്ധിച്ച് അറിയിക്കാനായിട്ട് അറിയിപ്പ് കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അവിടെ വരുന്നവർക്കെല്ലാവർക്കും അത്യാവശ്യം വേണ്ട ലഘുഭക്ഷണങ്ങളും ചായയും അതുപോലെ കൂൾ ഡ്രിങ്ക്സും കിട്ടാനുള്ള നല്ല വൃത്തിയായ സ്ഥലം, അതുപോലെ ബാത്ത് റൂമുകൾ, ശൗചാലയങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വളരെ പ്ലാനിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികളെക്കാൾ കൂടുതൽ എൻ്റെ നോട്ടത്തിൽ അവിടെ വന്നത് ആസ്വദിക്കുന്നത് പ്രായമേറിയവരാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെപ്പോലുള്ള പെൻഷൻ പറ്റിയവരും അതുപോലെ വെറുതെ വീട്ടിലൊറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നവരും ഇത്രയും അടുത്ത് ഇങ്ങനത്തെ ഒരു വിശാലമായ സ്ഥലമുണ്ടെന്നറിഞ്ഞ് കുട്ടികളുടെ കൂടെ സകുടുംബം കയറി വന്ന് അവിടെ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിലൂടെയൊക്കെ ഇരുന്ന് കാറ്റും കൊണ്ട് വൈകുന്നേരം വളരെ 6:30 മണി വരെ ഈ പാർക്ക് തുറന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ, പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയും, അല്ലാത്ത മറ്റ് ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6:30 വരെയുമാണ്. ഞാനതിൻ്റെ നെയിം ബോർഡുകളും അതുപോലെ ഓരോ ബോർഡുകളും ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇവിടുത്തെ ആ ഒരു പരിസരവും അതിൻ്റെ ഒരു അന്തരീക്ഷവും നമുക്കുണ്ടാകുന്ന ഫീലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഗ്രാജുവലായിട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്നൊരു മല, ആ മലയിലേക്ക് അത്യാവശ്യം നമ്മളെ വഴിയൊക്കെ ഉണ്ടാക്കി ടൈലൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു പാർക്കാണ്. അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 12 വയസ്സിൽ മുകളിലുള്ളവർക്ക് ഈ മറ്റുള്ള ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ ആളുകളും അതിലുള്ള ഊഞ്ഞാലുകളിലും മറ്റുള്ള റൈഡുകളിലുമൊക്കെ കയറി ആസ്വദിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അനുവദനീയമല്ല. അത് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഉള്ള ആ വെയിറ്റിനനുസരിച്ചിട്ടാണ് മറ്റേ ഈ കോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പോകുന്നവർ, മുതിർന്നവർ അത് യൂസ് ചെയ്യാതിരിക്കണം എന്ന് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിശാലമായ തടി ഡിപ്പോയുടെ ഒരു സൈഡ് മുഴുവനും ഈ പാർക്കിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഓരോ ദിവസങ്ങളിലായിട്ട് പുതിയ ഐഡിയകളിലൂടെ ഓരോന്ന് പുതിയതായിട്ട് സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ അടുത്തിടെയായി 1-2 ഐറ്റം കൂടുതൽ വന്നിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടു. തന്നെയുമല്ല അതിൻ്റെ മുകളിൽ അറ്റത്തായിട്ട് വോളിബോൾ കളിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്ന കൊച്ചുകുട്ടികൾക്കുള്ള അതിൻ്റെ പറഞ്ഞ് കണ്ട് മനസ്സിലാക്കാനും വോളിബോൾ ഇട്ട് പഠിക്കാനുമുള്ള ബാസ്ക്കറ്റ് ബോൾ, അതുപോലെ തന്നെ ഫുട്ബോൾ, ചെറിയൊരു കൊച്ചു ഗ്രൗണ്ട് കുട്ടികൾക്ക് തട്ടിപ്പടിക്കാൻ ഗോളടിക്കാനും ഒക്കെ ഉള്ള മനസ്സിലാക്കാനും, അങ്ങനെ വളരെ ഐഡിയോളജിക്കലായിട്ടുള്ള പരിപാടി ഇണക്കിയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും അതുപോലെ അഞ്ച് പ്രാദേശിക സമിതികളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിനെക്കുറിച്ച് എനിക്ക് ആരോടും ചോദിക്കാനും കഴിഞ്ഞില്ല. എന്തായാലും വളരെ എഫക്റ്റീവാണ്, വളരെ സന്തോഷം ജനിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ഞാനൊരു 4:30 മണിക്ക് ചെന്നിട്ട് 6:30 മണി ആയത് അറിഞ്ഞതുപോലുമില്ല. അത്ര
വിശാലമായ ഏരിയയും ഇരുന്ന് കാറ്റുകൊണ്ടും കുട്ടികൾ അവരുടെ ഇഷ്ടം പോലെ ആ കുട്ടികളുടെ ആവാസ മേഖല എന്ന് പറയുന്ന ഒരു മേഖല മുഴുവൻ ഓടി നടന്ന് ആവശ്യം പോലെ ഊർന്നു ചാടുകയും കളിക്കുകയും അതുപോലെ പുതിയ ഇപ്പം ഇന്നത്തെ കാലത്ത് വണ്ടർല പോലുള്ള ഒരുപാട് മെത്തേഡുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അനുകരണം എന്ന് വേണം ചെറിയ കൊച്ചു കാര്യങ്ങൾ ഈ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ വളരെയധികം സന്തോഷം തോന്നി. ആ പാർക്ക് ഞാനും ഒരുപാട് ആസ്വദിച്ചു. എന്നെ സംബന്ധിച്ച് ഞാനും കുടുംബവുമാണ് പോയത്, എൻ്റെ മോളുടെ കുട്ടിയും ഒക്കെ ആയിട്ട്. അവനെ സംബന്ധിച്ച് പാർക്ക് വല്ലാത്ത ഫീലാണ്. എവിടെ പാർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലും വേണ്ടാതെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ റൈഡിലൂടെ മാറി കയറി നടക്കുന്നൊരു പ്രായമാണല്ലോ. കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ താല്പര്യമുള്ളവർ ഇതൊന്ന് പോയി കാണുക. കാരണം കുട്ടികളെക്കാൾ കൂടുതൽ നമുക്കത് ഫീൽ ചെയ്യും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയും ആ ഭൂമിയുടെ കിടപ്പുമാണ് അതിന് നമുക്ക് ഉത്തേജനം നൽകുന്നത്. സ്നേഹം നിറഞ്ഞവരെ കണ്ടോ, ഈ കാണുന്ന ബാസ്ക്കറ്റ് ബോൾ പ്രാക്ടീസ് ചെയ്യാനും കുട്ടികൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഫുട്ബോളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല ഫോട്ടോയൊക്കെ എടുക്കുന്നവർക്ക് ഈ കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അത്യാവശ്യം ഫോട്ടോ എടുക്കുന്നതിനൊന്നും വലിയ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സെക്യൂരിറ്റിക്കാരും അവരുടെ ഗാർഡുകൾ, ഫോറസ്റ്റ് ഗാർഡും ഒക്കെ ഡ്യൂട്ടിക്കുണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത്. ഇതിൻ്റെ സ്ഥലം ഞാൻ ഒന്നും കൂടെ പറയാം. മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ നിന്നും കാക്കനാട് പോകുന്ന റൂട്ടിൽ 5.7 കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടൂർ തടിഡിപ്പോയിലേക്കുള്ളത്. സ്നേഹിതരെ, അപ്പോൾ ഇനി പോകുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പാർക്ക് അവിടെ ഉണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുട്ടികളെ കൊണ്ട് ദൂരം ടൂറൊന്നും പോകേണ്ടതില്ല. നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ മൂവാറ്റുപുഴ ടൗണിലാണെങ്കിൽ ലതാ പാർക്കുണ്ട്, അതുപോലെ മുനിസിപ്പൽ പാർക്കുണ്ട്. ഇതിനേക്കാളൊക്കെ മികച്ചു വയ്ക്കുന്ന തരത്തിലുള്ള വിശാലമായൊരു ഏരിയയാണ് ഈ പാർക്ക് എന്നും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അത്യാവശ്യം പോകേണ്ടവരൊക്കെ പോകുക. നമ്മുടെ കുട്ടികളെയൊക്കെ ആയിട്ട് ഒരു ദിവസം വൈകുന്നേരം പോയിരുന്ന അത്യാവശ്യം ടെൻഷനൊക്കെ മാറി സന്തോഷകരമായിട്ട് നമുക്ക് തിരികെ പോരാം. ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോരാം. ഇതുപോലെ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നമുക്ക് കുടുംബമായി ഉല്ലസിച്ച് പോകാൻ പറ്റിയൊരു ഇടമാണ് വീട്ടൂർ പാർക്ക് എന്നുകൂടെ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വർത്തമാനം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇപ്പോൾ പാർക്കിൽ തന്നെ കാണാം, നേരം സന്ധ്യയോടടുക്കുകയാണ്. 6 മണിക്ക് ശേഷം എല്ലാം ഇരുട്ടായി വരുന്ന ഒരു പ്രതീതി. കാക്കകളൊക്കെ കൂട്ടിൽ കയറാനുള്ള ഭയങ്കരമായ ഒരു ആരവവും ആ ഒരു അന്തരീക്ഷവും നല്ല അനുഭൂതി ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഈ എൻ്റെ ചാനൽ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.